ആരാണ്? എടാ മനസ്സിലല്ല, ഞാനാണേ. ഞാനോ? അതാരാ? ഡാ, ഞാൻ നിന്റെ ഫ്രണ്ട് അവനാണേ. നീയായിരുന്നു? വാ വാ വാ, കേറി വാ. മച്ചാനെ അല്ല. ഇത്തവണ ഗോളടിക്കാൻ പറ്റിയ ഒരുത്തനെങ്കിലും ഈ ടീമിലുണ്ടോ? അങ്ങനെ ഒരാളുണ്ടെങ്കിലോ? അങ്ങനെ ഗോളടിക്കാൻ പറ്റിയ ഒരു താരത്തെ ഈ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ സൈൻ ചെയ്യാനാ? എന്നാ ഈ വരുന്നവൻ നീ പറഞ്ഞതുപോലെ അതേ ഐറ്റമാണ്. അവന്റെ പേരാണ് വിക്ടർ. ഹായ് ഗായ്സ്, അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെയും സൈൻ ചെയ്തു. അതായത് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വിക്ടർ ബർത്തോമിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. പിന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിയ ഒരു ആവറേജ് പ്ലെയർ മാത്രമാണ്. പക്ഷെ എന്നാലും ഗോൾ അടിയിൽ അദ്ദേഹം ഒരുപാട് മുന്നിലാണ്. സോ കളിക്കുന്ന എല്ലാ മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിക്കാൻ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. പിന്നെ ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ ഒരു ഇന്ത്യൻ പ്ലെയറുള്ള മുഹമ്മദ് അജിസലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ അവൈലബിൾ. എന്തായാലും വിക്ടറിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് വിക്ടർ. ജിവിനസിനെ പോലെ തന്നെ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ടോപ്പ് തന്നെയാണ്. എന്തായാലും ബോൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് പുള്ളിക്കാരന്റെ സ്റ്റാറ്റസിലുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരൊരു മുന്നിൽ തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയൊരു വിദേശ താരത്തെ സൈൻ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതൊരു സെന്റർ ബാക്ക് ആവാനാണ് സാധ്യത. സോ അതിന് പകരം പല ഇന്ത്യൻ താരങ്ങളും പുറത്തു പോകാനുള്ള ചാൻസും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് പ്രതീക്ഷയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോർ തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ. സോ കോറോസിംഗിന്റെ രാജാവിലെ പല ചർച്ചകളും മോഹൻ ബഗാൻ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കോറോസിംഗിനെ കൈവിടുമെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. സോ കൈവിട്ടാതെ ബ്ലാസ്റ്റേഴ്സിന് നല്ല തിരിച്ചടി തന്നെയായിരിക്കും. കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് മികച്ച പെർഫോമൻസ് നടത്തിയ താരമാണ് കോറോസിംഗ്. സോ വിങ്ങറായിട്ടും ഗോൾ അടിക്കാനുള്ള കൽപ്പൊക്കെ അദ്ദേഹത്തിനുണ്ട്. സോ അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കൃത്യമായിട്ട് കണ്ടോണം. ഇനി ഒരു വിദേശ താരം വരാന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്ന് ഒരു ഇന്ത്യൻ താരം ക്ലബ്ബ് വിടാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാണോ എന്ന് അറിയില്ല, ഇന്ത്യൻ താരം ക്ലബ്ബ് വിടാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള നീക്കങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാം. അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും